അപ്പോൾ ആറ്റിങ്ങലിലെ വോട്ടർ എന്ന നിലയിൽ ഞാൻ തുടങ്ങാമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും. ശ്രീ അടൂർ പ്രകാശ്, സ്വാഗതം. താങ്കളുടെ ഒരു വോട്ടറാണ് ചോദ്യം ചോദിക്കുന്നത്. എങ്ങനെയുണ്ട് പോരാട്ടം? അവസാന മണിക്കൂറിലെ കണക്ക് എങ്ങനെ? ഓക്കെ, ശക്തമായ പോരാട്ടം നടക്കുകയാണ്. യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ UDF ഈ പോരാട്ടത്തിൽ വിജയം കൈവരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അടൂർ പ്രകാശ് മെലിഞ്ഞു പോയല്ലോ. പെട്ടെന്ന് ദൃശ്യത്തെ കണ്ടപ്പോൾ അടൂർ പ്രകാശ് തന്നെയാണോ എന്ന് തോന്നിപ്പോയി. ആരാ? നികേഷാണോ? അതെ 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 നികേഷാണോ? അതെ അതെ നികേഷിന് അങ്ങനെയൊക്കെ തോന്നുന്നു. 96 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് നികേഷിനെ പോലെ തടിച്ചു കൊഴുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ശ്രീ അടൂർ പ്രകാശ്, ഇപ്പോൾ എല്ലാം നന്നായി പോകുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഇപ്പോൾ വിവാദങ്ങൾ ഒഴിയുന്നില്ലല്ലോ. തുടക്കം മുതൽ തന്നെ താങ്കൾ ഇരട്ട വോട്ട് ഉന്നയിച്ചു, കള്ളവോട്ട് ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം കാര്യങ്ങളില്ല എന്ന് കണ്ടെത്തുന്നു. പിന്നെ ഈ പണം ഇറക്കിയുള്ള പ്രചാരണം എന്നുള്ള ആരോപണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഈ ആരോപണങ്ങൾ ഈ അവസാന നിമിഷം വന്നതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അങ്ങനെ ഞങ്ങളൊന്നും പണം ഒഴുക്കിയുള്ള പ്രചരണങ്ങളൊന്നും നടത്തുന്നില്ല. പണം ഒഴുക്കിയുള്ള പ്രചരണം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ എന്ന് വെച്ചാൽ 7 പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും നിങ്ങൾ യാത്ര ചെയ്താൽ ആരാണ് പണം ഒഴുക്കിയിട്ടുള്ളതെന്നും പണം എത്രമാത്രം ഒഴുകുന്നുണ്ട് എന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അത് കണ്ടെത്തണം എങ്കിൽ, അതല്ല നിങ്ങളത് കണ്ണുമടച്ച് നിങ്ങൾ ആർക്കോ വേണ്ടി വർത്തമാനം പറയുകയാണെങ്കിൽ പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ശരി, അടൂർ പ്രകാശ്, അങ്ങയിലേക്ക് വരാം. അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയി കൂടി ഇപ്പോൾ തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ വി ജോയി. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38,247 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് ആ മണ്ഡലം പിടിക്കുന്നത്. അത് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് എക്കാലവും ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവിടെയാണ് അട്ടിമറി വിജയം അദ്ദേഹം നേടിയത്. പക്ഷേ 2019 2 പ്രധാനപ്പെട്ട തരംഗങ്ങൾ ഉണ്ടായപ്പോൾ പോലും 38,247 വോട്ടാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷമായി ലഭിച്ചത്. വി ജോയി, ഇപ്രാവശ്യം ഇടതുപക്ഷം വിജയിച്ചു വരും എന്ന് ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെ പറയുന്ന വളരെ അപൂർവം മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. എന്താണ് അവസാനത്തെ ഒരു നില? നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നിശ്ചയമായിട്ടും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കും. ആ തിരിച്ചു പിടിക്കുന്നതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പ്രവർത്തകർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ചിട്ടയായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു അഭിമാനപൂർവമായിട്ടുള്ള വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. അതിപ്പം ചിട്ടയായ പ്രവർത്തനം സ്വാഭാവികമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും പിന്നെ CPM അക്കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് പോകുന്നൊരു പാർട്ടിയല്ല. വലിയ നന്നായി പാർട്ടി മെഷീനറി ചലിപ്പിക്കുന്ന ഒരു സംവിധാനം അവർക്കുണ്ട്. ചിട്ടയായ പ്രവർത്തനത്തിനൊക്കെ അപ്പുറത്ത് വി ജോയിക്ക് ആത്മവിശ്വാസം പകരുന്ന രാഷ്ട്രീയ ഘടകം എന്താണ്? ഇപ്പം 3 സ്ഥാനാർത്ഥികൾ അവിടെയുണ്ട്. വി മുരളീധരൻ, വി ജോയി, അടൂർ പ്രകാശ്. ഒരേ സമുദായത്തിൽ നിന്നുള്ള ആ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് എന്നുള്ള ഒരു ഘടകവും കൂടി നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയി നിൽക്കുന്നു. പക്ഷേ അടൂർ പ്രകാശിനെ ഒട്ടും കുറച്ച് കാണണ്ട. മത്സരിച്ച് ഒരു തിരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല. മത്സരം എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് നന്നായിട്ടറിയാം. നല്ലൊരു ഒന്നാന്തരം ഇലക്ഷൻ മാനേജറാണ് അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശിനെ കോൺഗ്രസ് എന്നുള്ള നിലയ്ക്ക് മാത്രം കാണണ്ട. അദ്ദേഹം തന്നെ ഒരു പ്രസ്ഥാനമാണ്, ചെറിയ വെല്ലുവിളിയല്ല. അല്ല, അതെങ്ങനെ നിങ്ങളത് മനസ്സിലാക്കിയാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആറ്റിങ്ങൽ തിരിച്ചു പിടിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റിനെ ഞാൻ എതിർക്കുന്നില്ല. അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു മണ്ഡലം, ആ മണ്ഡലം ഈ പ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് തന്നെയാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീ വി ജോയ്, താങ്കൾ വർക്കല പിടിച്ചത് എങ്ങനെയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ ചോദിക്കട്ടെ. അതേ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണോ ആറ്റിങ്ങലിലും? അതായത് 7 ഇടത്തും ഒരേപോലെ ഓടിയെത്തുന്നു. LDFൻ്റെ അല്ല CPIMൻ്റെ ഒരു ഏതാണ്ട് ഒട്ടുമുക്കാലും പ്രവർത്തകരും കേന്ദ്രീകരിക്കുന്നത് ആറ്റിങ്ങലിലാണ്. തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ ആറ്റിങ്ങലിൽ കേന്ദ്രീകരിക്കുന്ന പ്രവർത്തകരെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വർക്കലയിലും സമാന രീതിയിൽ
കാടടച്ച് വെടിവെക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അത് ആറ്റിങ്ങലിൽ ഇറക്കി കഴിഞ്ഞു, അതൊരു വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ താങ്കൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്? അല്ല, വർക്കലയിൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കാൻ പോകുമ്പോൾ നന്നായിട്ട് പണിയെടുത്തിരുന്നു. അതേപോലൊരു പണി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായിരുന്നാലും മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ അടൂർ പ്രകാശ് ഈ ആവർത്തിച്ച് ഒരു കാര്യമാണ് വി ജോയി പറയുന്നത് കേട്ടോ, മണ്ഡലം തിരിച്ചു പിടിക്കും. അപ്പോൾ അടൂർ പ്രകാശ് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് ആറ്റിങ്ങൽ അങ്ങയുടെ ഹോം ഗ്രൗണ്ട് അല്ല, അവിടെ വന്ന് സമ്പത്തിനെ പോലെ വളരെ കരുത്തനായ ഒരു നേതാവിനെ തറപ്പിറ്റിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു വന്നത്. 38,247 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അങ്ങേക്കുള്ളത്. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, മണ്ഡലം നിലനിർത്താൻ കഴിയുമോ? അത്ര ആത്മവിശ്വാസമാണ് വി ജോയി. അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, എൻറ്റയർ മിഷണറി CPM-ൻ്റെ ആറ്റിങ്ങലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങ് ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഞാൻ പറയുമ്പോൾ അത് ഒരു ആത്മവിശ്വാസം, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി ജനങ്ങൾ ആരെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനങ്ങളുടെ അംഗീകാരം എങ്ങനെ ലഭ്യമാകും എന്ന് ചോദിച്ചാൽ, ഞാൻ കാണുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്കതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ആ നേതൃത്വം കൊടുക്കുന്നതിന് അനുസരിച്ച് ജനങ്ങൾക്ക് അതിൻ്റേതായ പ്രയോജനം കണ്ടെത്തുവാനുള്ള അവസരം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെപ്പോലെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. അതിന് വേണ്ടുന്ന നടപടികളും പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ആ മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ആറ്റിങ്ങലിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ശ്രീ അടൂർ പ്രകാശ്, ഈ BJP-യുടെ വോട്ടുകൾ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ BJP വോട്ടുകൾ ഉയർത്തി. ഇത്തവണ വി മുരളീധരൻ ആ വോട്ട് നിലനിർത്താൻ കഴിയുമെന്നല്ല, അതിനപ്പുറത്തേക്ക് ഒരു വിജയ സാധ്യത തന്നെ പരിശോധിക്കുകയാണ്. നോക്കൂ, അതൊരു പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലമാണ്. താങ്കൾ അത് പിടിച്ചെടുത്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ ഈ BJP-യുടെയൊക്കെ വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ രണ്ടുപേരുടെയും, വി ജോയുടെയും അടൂർ പ്രകാശിൻ്റെയും വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുക? അങ്ങനെയാണോ നിർണ്ണയിക്കുക? നിങ്ങളിത് പരമ്പരാഗതമായി ഇത് CPM-ന് വേണ്ടി എഴുതി കൊടുത്ത നിയോജകമണ്ഡലം വല്ലതുമാണോ? അല്ലല്ലോ. അവിടെ ശ്രീ വയലാർ രവി അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പിന്നെ തലൈക്കുന്ന് ബഷീർ അവിടെ മത്സരിച്ച് ജയിച്ചു. AR റഹീം അവിടെ മത്സരിച്ച് ജയിച്ചു. ഇതൊക്കെ കോൺഗ്രസ്സുകാരെന്നുള്ള നിലയിൽ അവർ മത്സരിച്ച് ജയിച്ചിട്ടുള്ളവരാണ്. അതല്ലാതെ ഇത് പരമ്പരാഗതമായി ഇത് ആർക്കു വേണ്ടി തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് എന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നത് തന്നെ ഒരു തെറ്റായ കാര്യമാണ്. ആ ചിത്രീകരണത്തിന് എനിക്ക് മറുപടിയാവുമെന്നും പറയാനില്ല. ആ ചിത്രീകരണമല്ല ആവശ്യം. ഇന്നത്തെ പൊളിറ്റിക്സ് ആയി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് BJP-യുമായി എന്തെങ്കിലും ബാന്ധവം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയട്ടെ. അതൊക്കെ പുറത്ത് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന് പിന്നെ അത്തരത്തിലുള്ള ബാന്ധവങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത് മാന്യതയ്ക്ക് യോജിച്ചതാണോ എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതായത് BJP-യുമായിട്ട് LDF ബാന്ധവം ഉണ്ടാക്കി എന്നുള്ളതാണല്ലോ ഇപ്പോൾ അടൂർ പ്രകാശ് സൂചിപ്പിക്കുന്നത്. അല്ല, നിങ്ങളുടെ ചില പ്രചാരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത്തരത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. ശരി, വിജോയ് മറുപടി. അതെ അല്ല, അത് തന്നെ ഞാനത് പറഞ്ഞത്. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണത് അങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കഴിഞ്ഞ തവണ BJP-യുടെ സഹായം ലഭിച്ചിരുന്നു എന്ന് ഒരു ശബ്ദരേഖ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഇങ്ങനെ ഒരാളിനെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് കൈയഴുകിയതാണ്. BJP-യുമായിട്ട് ആർക്കാണ് ബാന്ധവം? BJP-യുമായിട്ട് രഹസ്യമായിട്ടുള്ള ചർച്ച ആരാണ് നടത്തുന്നത്? BJP-യുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ആരാണ്? അതെല്ലാം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന
വർത്തമാനം പറയുന്നത് ശ്രീ അടൂർ പ്രകാശിനെ പോലുള്ള ആളുകൾക്ക് നല്ലതല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ആറ്റിങ്ങലിലെ ജനങ്ങൾ അവസാന നിമിഷത്തെ കൃത്യമായി പോരായിരിക്കുന്നു. രാഷ്ട്രീയമുള്ളവരാണ്. രാഷ്ട്രീയം ശരി, ആറ്റിങ്ങൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. 2 സ്ഥാനാർത്ഥികളും ഒരേ സമയം നമ്മോടൊപ്പം ഇവിടെ സംവദിച്ചിരിക്കുന്നു. നിങ്ങളോട് ചോദ്യം ചോദിച്ചത് ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന വിഷയങ്ങൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ശ്രീ അടൂർ പ്രകാശ്, താങ്കൾ അല്പം ക്ഷോഭത്തോടു കൂടിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, ജനം വിധി എഴുതട്ടെ. രണ്ടുപേർക്കും ആശംസകൾ നേരുകയാണ് ആറ്റിങ്ങിലെ 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ.